ഇപ്പോഴും ഞാൻ പറയുന്നു, നീയാണ് അനഘയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ചിരിക്കുന്നത്. പോലീസിനോട് വിളിച്ചു പറയാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ച നിന്റെ കസ്റ്റഡിയിലുള്ള എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുന്നു പേടിച്ചിട്ടാ. എന്റെ മോളെ കുരുതി കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാ. നീ ദയവേത് എന്റെ മുന്നിലൊന്നും വരാതിരിക്കോ? നിന്നെ കാണുമ്പോ തന്നെ എനിക്കൊരുമാതിരി ഭ്രാന്ത് വരുന്നുണ്ട്. എന്റെ നിയന്ത്രണം വിട്ടുപോകും. എടുത്തേ. മോളെ, ആരെങ്കിലും വിളിച്ചോ? എടുക്കുന്നില്ല അച്ഛാ. അമ്മേ, മോളെ, അവിടെ അനഘയെ കാണാനില്ലെന്ന് പറഞ്ഞത് ഉള്ളതാണോ? ഹലോ മോളെ. അത് ശരിയാ അമ്മേ. ശരിയാണെന്ന്. അല്ല, അമ്മ ഇതെങ്ങനെ അറിഞ്ഞ്? അത് അവന്തിക വിളിച്ച് മേരിയോട് പറഞ്ഞു. അവന്തിക എടുത്ത് വിളിച്ചു പറഞ്ഞോ? ആ അതെ, അങ്ങനെയാ മീര പറഞ്ഞത്. ആ ഫോണിങ് തന്നെ. അർച്ചനെ, നീ എന്നോട് സത്യം പറ. സന്ദീപിന്റെ അനഘയുടെ വിവാഹം മുടക്കാൻ നീ അനഘ എന്താ ചെയ്തേ? അവന്തികയ്ക്ക് നിന്നിയെ സംശയം എന്നുള്ള രീതിയിലാ എന്നോട് സംസാരിച്ചു. ആ, അതിപ്പോ അവരെ കുറ്റം പറയാനും പറ്റില്ല. നാഴികയ്ക്ക് 40 വട്ടം വിവാഹം മുടക്കൊന്നും പറഞ്ഞല്ലേ നടക്കുന്നേ. നിനക്ക് ഈ കാര്യത്തിൽ വല്ല മനസ്സറിവും ഉണ്ടെങ്കിൽ ഒന്ന് പരിഹരിക്കാൻ നോക്ക്. ഇങ്ങനെയാണോ നീ വിവാഹം മുടക്കൊന്ന് പറഞ്ഞത്? അവന്തിക എന്നോട് ഇത് പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്തിന്? അപ്പോ അനഘയെ ഞാൻ തട്ടിക്കൊണ്ടുപോയെന്ന് എടുത്ത് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. അങ്ങനെയാണ്. എന്നെ സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ അവര് സംസാരിച്ചപ്പോ അർച്ചന അങ്ങനെ ചെയ്യില്ലെന്നൊരു ഒറ്റ വരിയിൽ തീർക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവര് പറയുന്നത് മുഴുവൻ കേട്ട് എന്നെ കുറ്റപ്പെടുത്താനല്ലേ മീരെടുത്ത് ഇപ്പൊ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചത്. ഇനി ഞാൻ അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും ഒരു തരത്തിലും അത് ഏട്ടത്തിയെ ബാധിക്കുന്ന കാര്യമല്ല. ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി തൊലികൂടി ഒരിക്കണോ പോയത് പഴയപടിയാക്കണോന്ന്. ഹലോ ഹലോ,
അച്ചു എന്താ മോളെ പറഞ്ഞത്? അവൾ എന്തെങ്കിലും ചെയ്താ അത് ഇവിടെ ആരെയും ബാധിക്കുന്ന കാര്യമല്ലല്ലോന്ന്. എനിക്ക് ഉറപ്പാ അർച്ചന കൂടി അറിഞ്ഞിട്ടുള്ള കളിയായത്. അത് നിനക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? വിവാഹത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ആ സമയത്ത് കല്യാണ പെണ്ണിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോണോങ്കിൽ അത് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലാത്ത ഒരാൾ തന്നെ ആയിരിക്കും. എന്റെ അറിവില് അവിടെയുള്ള ആ ഒരാൾ അർച്ചന തന്നെയാ. ദേ ഏട്ടത്തി ഓരോന്നിനി പറഞ്ഞുണ്ടാക്കണ്ട. അച്ഛ ചേച്ചിക്ക് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. അയ്യോ, അതിന് നിന്റെ കുച്ചേച്ചിയെ മാത്രമല്ല അവർക്ക് അവിടെ സംശയം, ഈ വീട്ടിലെ എല്ലാവരെയോ. നീയും ആ സന്ദീപ് എന്ന് പറയുന്ന ചെക്കനും അർച്ചനയും കൂടി ആ പെണ്ണിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയതാണോ എന്ന് അവർക്ക് സംശയമുണ്ട്. ശ്ശോ, സത്യം പറഞ്ഞ ആ അവന്തികയുടെ കരച്ചില് കേട്ടാ മനസ്സുരുക്കി പോവും. ദേ, നിനക്ക് വലുതോ അറിയാമെങ്കിൽ നീ വാ തുറന്നു പറഞ്ഞ് മാപ്പ് സാക്ഷിയാവാൻ നോക്ക്. ചില്ലറ ആളുകളോടല്ല കളിക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അതെ, നീ എങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞു കളയല്ലേ. ആ പെണ്ണ് എവിടെയാണെങ്കിലും തിരിച്ചു കിട്ടുന്നത് വരെ നീയും ഞാനും അടക്കം എല്ലാവരും പ്രതിസ്ഥാനത്താ. ഇതോടെ തീർന്നു നെല്ലിശ്ശേരിയിലേക്കുള്ള പോക്കും പൊറുതിയൊക്കെ. ഇതിനെല്ലാം കാരണക്കാരി നീയാ. അവളുടെ ഒരു പ്രേമം എല്ലാവരും കൊണ്ട് കുഴിയിൽ ചാടിച്ചപ്പോ മതിയായല്ലോ നിനക്ക്. മീരെ, നിന്റെ വർത്തമാനം കേട്ടാ തോന്നും എന്റെ മക്കളാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എന്റെ മക്കളൊക്കെ കൊട്ടേഷൻ പഠിക്ക് നടക്കുന്നവരല്ല. അങ്ങനല്ല ഞാൻ അവരെ വളർത്തിയത്. ഇതിപ്പോ എന്റെ നേരെ ചേർന്ന എന്തിനാ? അവര് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, അത്ര തന്നെ. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാനും പറഞ്ഞു. ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. അതിനി നിനക്ക് സംശയം ഒന്നും വേണ്ട. പിന്നെ അർച്ചനയാണ് നിനക്ക് സംശയമെങ്കിൽ അവള് പറഞ്ഞല്ലോ അത് മറ്റാരെയും ബാധിക്കുന്ന കാര്യമല്ലെന്ന്. അപ്പൊ അത് അവള് നോക്കിയോളും. നോക്കിയാ മതി. അവസാനം കൈയും കാലും ഇട്ട് അടിക്കുമ്പോ പഠിച്ചോളും എല്ലാവരും. അർച്ചന എങ്ങനെ സംശയിക്കാതിരിക്കും? അവളല്ലേ നാഴികയ്ക്ക് 40 വട്ടം ഇത് മുടക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് വേറെ ശത്രുക്കളില്ലെന്ന് അവര് പറയുന്നു. പിന്നെ ആരെന്ന ചോദ്യം ഉയരുമ്പോ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അർച്ചന. നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ രായ്ക്ക് രാമാന അതിന് പരിഹാരം കണ്ടോണം. ഓഹ്, ബാക്കിയുള്ളവർക്ക് ഇതിന്റെ പുറകെ ഇറങ്ങി കയറാൻ വയ്യ. എന്റെ ഭർത്താവ് 2 ദിവസത്തെ മീറ്റിംഗ് എന്നും പറഞ്ഞു പോയിട്ടുണ്ട്. പെങ്ങളെ സ്നേഹം കുറച്ച് കൂടുതൽ അങ്ങേർക്കും. ഇനി ഇളയ സഹോദരിയെ കെട്ടിക്കാൻ മൂത്ത സഹോദരിയെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ ആവോ? മീരേ, എന്റെ വാ അടപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറയാനുള്ളത് പറയും. അതിൽ ആർക്കും വിഷമം തോന്നിട്ട് ഒരു കാര്യമില്ല. ഈ വീട്ടിൽ കുറച്ച് സമാധാനം ഉള്ളത് കിടന്ന് ഉറങ്ങുമ്പോഴാ. ആ സമയത്ത് കൂടി ഇതിന്റെ പേരിൽ ഇവിടെ പോലീസ് കയറി ഇറങ്ങാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എല്ലാവരും കൂടെ. അവിടെ ഇവിടെയും തൊടാതെ എന്റെ കൊച്ചിനെയും കൊണ്ട് ഞാനിങ്ങ് പോവും. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടെ അകത്ത് പോയി കിടക്കാം. എന്തായടാ, വല്ല വിവരവും കിട്ടിയോ? ഇല്ല അച്ഛാ. അനക്ക പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും പോയി നോക്കി. പലരോടും ചോദിച്ചു നോക്കി. ഒരിടത്തും ചെന്നിട്ടുമില്ല, ആരും കണ്ടിട്ടുമില്ല. അവളിത് എങ്ങോട്ട് പോയി? നാട് വിട്ടുപോയോ അതോ? മണിക്കൂർ എത്ര എന്റെ കൊച്ചിനെ കാണാതായിട്ട് ഇതുവരെ ഒരു വിവരമില്ല. ആർക്കും അറിയൂല്ല. ഇനി പണത്തിനോ മറ്റോ ആരെങ്കിലും? ആര്? എത്ര കൊടുക്കണം? കൊടുക്കാം. എന്റെ സമ്പാദ്യം മുഴുവൻ കൊടുക്കാം. എന്റെ കുട്ടി എങ്ങനെ തിരിച്ചു തന്നാ മതി. അത് മാത്രം മതി. മോളെ, നീ ഇങ്ങനെ തളർന്നു പോകാതെ മോളെ. സച്ചു കൂടി വരട്ടെ. വന്നിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. നമ്മുടെ പണമോ സ്വാധീനമോ എന്തുപയോഗിച്ചിട്ടായാലും അനഘയെ നമുക്ക് തിരികെ കൊണ്ടുവരാം. ഈ അച്ഛനല്ലേ പറയുന്നത്?
വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അവൾ എവിടെയായിരുന്നാലും ഇങ്ങ് വന്നാ മതിയായിരുന്നു. ആ എടാ സച്ചി, എന്തെങ്കിലും വിവരം കിട്ടിയോ? എവിടെയാണ് അവള്? അവള് വന്നില്ലേ നിന്റെ ഒപ്പം? പറ, നീ അവളെ കണ്ടില്ലേ? പറയടാ. എവിടാണ് നമ്മുടെ അനഘമോള്? പറയാ, എവിടെയാണ് അവള്? പറയ. അല്ലെങ്കിൽ അവള് വരണ്ട. വരാതിരിക്കുന്ന തന്നെയാ നല്ലത്. എന്തിനാ വരുന്നത്? അവളെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ. അല്ലെങ്കിലും ഒന്നും കാണാതെയും കേൾക്കാതെയും അവള് പോട്ടെ. അവന്തിയെ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അനഘയ്ക്ക് ഇവിടെ എന്താ മനസ്സമാധാനക്കുറവ്? അതൊന്നും പറഞ്ഞ അച്ഛന് മനസ്സിലാവില്ല. എന്റെ കൊച്ചിനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ മനം നൊന്താ അവളിവിടെ ജീവിച്ചത്. എല്ലാരും കൂടി അവളെ ഒറ്റപ്പെടുത്തി, പലരുടെയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അവളെ കഷ്ടപ്പെടുത്തി. എല്ലാം എന്റെ മനസ്സിലുണ്ട്. എത്രയോ ദിവസം എന്റെ കുട്ടി കരഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. വിടില്ല, ഞാൻ ഒന്നിനെ വിടില്ല. എല്ലാത്തിനും പകരം ചോദിക്കും. നോക്കിക്കോ. നിർത്ത്. നീ ഇത് എന്തൊക്കെയായി പറയുന്നു? സ്നേഹേ, കൂടെ വിളിച്ചോണ്ട് റൂമിലേക്ക് പോ. വേണ്ട. ചെല്ലുമോളെ. വേണ്ട. സന്ദീപേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഇനി പോലീസിൽ അറിയിക്കാം. അവർ വരട്ടെ. എടുത്തി വിഷമിക്കല്ലേ, അനഘ എങ്ങോട്ടും പോയി കാണില്ല. എടുത്തി കയറി വരും സാർ. നമസ്കാരം സാർ, ഞാൻ സേതുമാധവൻ. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇരിക്കും സാർ. ഇന്നലെ മുതലാ ഈ അനഘ എന്ന പെൺകുട്ടിയെ കാണാതായത് അല്ലേ? അതെ സർ. അനഘയുടെ ചേച്ചിയാ എന്റെ മരുമോള്. ഓ സർ, അവളുടെ വിവാഹത്തിന് കുറച്ച് ദിവസമേ ഉള്ളൂ. അവളെ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചു തരണം. എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ സാറിനോട് അപേക്ഷിക്കുക. കണ്ടുപിടിക്കാം മാഡം. മാഡം ധൈര്യമായിട്ടിരിക്കേ. അതിനുമുമ്പ് അനഘയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയണം എനിക്ക്. ഇതിനുമുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ ആളെ കാണാതായിട്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും പോയാ എന്നെ കൊച്ചെന്നോട് പറഞ്ഞിട്ടേ പോവും. എന്റെ അടുത്തുനിന്ന് എങ്ങോട്ടും മാറില്ല. ഫോൺ വിളിച്ചപ്പോ റിംഗ് പോലും കേട്ടിരുന്നോ? സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞത്. പിന്നീട് നോക്കിയപ്പോൾ ഫോൺ അവളുടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അനഘയ്ക്ക് എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് സംസാരത്തിലോ മറ്റോ തോന്നിയിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. അനഘയുടെ മാനസികാവസ്ഥയൊക്കെ കൃത്യമായി ശ്രദ്ധിക്കാറുണ്ടോ താൻ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു സഡൻ ആൻസർ ഇയാളിൽ നിന്ന് വന്നുകൊണ്ട് ചോദിച്ചതാ. താൻ ഇവിടുത്തെ ആരാ? എന്റെ മകനാണ് സർ, സന്ദീപ്. ഇവനുമായിട്ടാ അനഘയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നത്.
വിവാഹം ഉറപ്പിച്ചിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്നൊരു ദിവസം കാണാതാവുക. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു? അത് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കും. അതെന്താ ആവശ്യമുള്ള കാര്യം? സാധാരണ വിവാഹത്തിലെത്തി നിൽക്കുന്നവര് ആവശ്യത്തിന് മാത്രം അല്ലല്ലോ സംസാരിക്കുന്നത്. ആ സന്ദീപ്, അനഘയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതായിരുന്നു? അറിയോ തനിക്ക്? ഇല്ല. ഇല്ല. ഇഷ്ടഭക്ഷണം? അറിയില്ല. വിവാഹം കഴിഞ്ഞ് എവിടെയൊക്കെ യാത്ര ചെയ്യാനായിരുന്നു നിങ്ങൾ തീരുമാനിച്ചിരുന്നത്? അങ്ങനെയൊന്നും തീരുമാനിച്ചിരുന്നില്ല. ഓ, സാധാരണ ഒരു പയ്യനും പെൺകുട്ടിയും കൂടുതൽ പരിചയക്കാരാവുമ്പോൾ ചോദിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ ഇത്. വിവാഹം വരെ എത്തിയിട്ടും താൻ ഇതൊന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ല. അതെന്താ? തനിക്കെന്താ ഈ വിവാഹത്തോട് താല്പര്യമില്ലേ? ഇവരുടെ വിവാഹം എന്റെ തീരുമാനമായിരുന്നു. ഇവരങ്ങനെ പ്രണയത്തിലൊന്നും ആയിരുന്നില്ല. ഈ അടുത്തിടെയാ ഇവരെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനമെടുത്തത്. ഓ, ഈ വീട്ടിൽ അവസാനമായി അനഘയെ കണ്ടതാരാ? അർച്ചനയാണെന്ന് എന്നോട് പറഞ്ഞത്. ആരാ അർച്ചന? താനാണോ? അല്ല. അതെന്റെ രണ്ടാമത്തെ മോന്റെ ഭാര്യ. ഞാൻ വിളിക്കാം. അർച്ചനെ, മോളെ അർച്ചനെ. എവിടേക്കാ ഈ നട്ടപ്പാതിരാത്രിക്ക് രണ്ടുപേരും കൂടി ഒരു സർക്കിട്ട് പിടിച്ച് കേട്ടോ? നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ. നീ കൂടുതലും നിയമം പറഞ്ഞാലേ അടിച്ചു തോക്കി ജീപ്പിടും ഞാൻ, കേട്ടോടാ. നിയമം പറയും സാറേ. പറയാനും പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ളതാണ് നിയമം. ഇത് നെല്ലിശ്ശേരി സേതുമാധവന്റെ മകൻ സച്ചിദാനന്ദനാണ്. ഇത് എന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ. എവിടെയാ അയാളുടെ ഭർത്താവ്? സച്ചേട്ടൻ പുറത്തുപോയി. അനക്ക അവസാനമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടത് അർച്ചനാണല്ലേ? അതെ. എവിടെ പോകുന്നൊന്നും പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. എന്താ, നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു? അല്ല, നിങ്ങൾ ചോദിച്ചിട്ടും ആ കുട്ടി പറയാതെ പോയെങ്കിൽ എന്തെങ്കിലും കാണുമല്ലോ. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ വലിയ സ്നേഹത്തിലായിരുന്നു എന്നല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ എവിടെയാ പോകുന്നതെന്ന് നിങ്ങളോട് പറയാതെ പോകും. പോകുമ്പോ അനഘയുടെ മുഖലക്ഷണം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അതായത് സന്തോഷത്തോടെയാണോ, ദേഷ്യത്തോടെയാണോ, അല്ലാതെ ഇറിറ്റേഷൻ വല്ലതുമായിരുന്നു? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. സർ, എനിക്ക് അർച്ചനയോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആരും പേടിക്കണ്ട. ഞാനും അർച്ചനയും ഹസ്ബൻഡും ഒക്കെ പരിചയക്കാരാ അല്ലേ അർച്ചന? ഞാൻ ഈ സ്റ്റേഷനിൽ SI ആയിരുന്ന സമയത്ത് ഞങ്ങളൊരു ദിവസം പരിചയപ്പെട്ടിരുന്നു. CI ആയി ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായാണ് കാണുന്നത്. മാത്രമല്ല, ഇവിടെ വെച്ച് ഞാൻ ഓരോന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ വലിയ വിഷമാണെന്ന് കരുതിയിട്ട്.
ഞങ്ങളൊന്ന് പുറത്തുനിന്ന് സംസാരിച്ചിട്ട് വരാം. പുറത്തേക്ക് വന്നാൽ മതി. ചെല്ലുമോളെ, സാറിന് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്ക്. വേഗം നമ്മുടെ അനഘമോളെ നമുക്ക് കണ്ടെത്തണം. ഈശ്വര, എവിടെ പോയതാ മോളെ നീ? നീ ഏതാ? ഞാൻ ആരായാലും അകത്തേക്ക് പോ. എനിക്ക് അർച്ചനയോട് തനിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ പറയ് അർച്ചന, ആ പെൺകുട്ടി എവിടെയുണ്ട്? ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? കാണാതായ അനഘ എന്ന പെൺകുട്ടിയെ നീ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന്. സർ, സത്യമായിട്ട് എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഓ, അങ്ങനെയാണോ? ഞാൻ അറിഞ്ഞത് ഈ കാണാതായ പെൺകുട്ടിയും ഈ വീട്ടിലെ ചെറുക്കനും തമ്മിൽ വിവാഹം ഉറപ്പിച്ചെന്നോ, നീ അത് മുടക്കുമെന്ന് പറഞ്ഞെന്നോ, നിവൃത്തിയില്ലാതെ നീ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെയാണല്ലോ. ഒരു സംശയത്തിന്റെ പേരിൽ ഞാൻ വിളിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. അർച്ചന നിരപരാധിയാണെങ്കിൽ പിന്നെ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. പൊയ്ക്കോളൂ. നന്ദിയുണ്ട് സർ. ഓ, നിക്കടിയോടെ. നീയൊന്നും അറിയില്ലെന്ന് പറയുമ്പോ തലയാട്ടി പോവാൻ നിന്റെ കീഴാപ്പീസറാണ് ഞാനെന്ന് കരുതിയോ? മര്യാദയ്ക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞോ, ഇല്ലെങ്കിൽ തൂക്കെടുത്ത് ഞാനങ്ങ് കൊണ്ടുപോകും. നിന്നെ മാത്രമല്ല, നിന്റെ മറ്റവനെയും. നിന്നെയും നിന്റെ ഭർത്താവിനെയും കൺകുളിർക്കൊന്ന് കാണണമെന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാ കൃത്യം ഒരു കിഡ്നാപ്പ് കേസ് എന്റെ മുന്നിലേക്ക് വരികയും പ്രതി എന്ന് സംശയിക്കുന്ന ആൾ ഞാൻ കാണാൻ കാത്തിരുന്ന ആൾ തന്നെ ആവുകയും ചെയ്തത്. മുമ്പത്തൊരു സംഭവം എന്റെ മുന്നിൽ കിടക്കുന്നത് കൊണ്ട് ശിക്ഷയുടെ കാഠിന്യവും കൂടും. സാർമാർക്ക് നിയമം അറിയില്ലല്ലേ? ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു വനിതാ പോലീസ് നിർബന്ധമാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? മര്യാദയ്ക്ക് പറയും. അനഘയെ കിഡ്നാപ്പ് ചെയ്ത് എവിടെയാ പാർപ്പിച്ചിരിക്കുന്നേ? ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെയാ പറയുന്നേ? പിന്നെ ഞാനാണ് ഇത് ചെയ്തതെന്ന് സാറിന് എന്താ തെളിവ്? പഴയ വൈരാഗ്യം വെച്ച് സാർ എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്. വലിച്ചിഴയ്ക്കും. ഇതുവഴി വലിച്ചഴച്ച് കൊണ്ടുപോകും ഞാൻ. അതിനെനിക്ക് ഒരു തെളിവിന്റെയും സാക്ഷിയുടെ ആവശ്യമില്ല. ഈ കേസ് നിന്റെ പെടലേക്ക് വെച്ചതെന്ന് നിന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എന്നോടത് ചെയ്യരുതെന്ന് ഒരാൾ പറഞ്ഞതുകൊണ്ടാണ്. ആ വരുന്ന ആള് എന്തായി സാർ, എന്റെ അനഘയെ കണ്ടെത്താൻ പറ്റുന്ന
എന്തെങ്കിലും ഒരു സൂചന കിട്ടിയോ? ഇവൾക്കൊന്നും അറിയില്ലെന്ന്. തൂക്കിയെടുത്ത് അകത്തിട്ട് 2 പൊട്ടിക്കട്ടെ മാഡം. അയ്യോ, അതൊന്നും വേണ്ട. എന്നെ പോലെ തന്നെ നെല്ലിശ്ശേരിയിലെ മരുമകൾ അർച്ചന. ആ ഒരു സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഞാൻ പറയാ, അർച്ചനെ ഉപദ്രവിക്കണ്ട. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അനക്ക എവിടെയാ സർ? ഞാനും അർച്ചനയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അർച്ചനയുടെ ദേഹം നോക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഇത്രയൊക്കെ ഒപ്പിച്ചും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല മാഡം. എന്നോട് ചോദിക്കുക, ഇവളാണ് ഇതിൽ പിന്നിലെന്ന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. തെളിവ് എന്റെ അനിയത്തിയുടെ മിസ്സിങ്ങിന് പിന്നില് നീയാണെന്നുള്ളതിന് തെളിവിത് മതിയോ നോക്കിക്കേ. നിന്റെ തന്നെ ശബ്ദ. അനക്കെ ഏത് വിധേനയും സന്ദീപും ആതിരയും തമ്മിലുള്ള വിവാഹം ഈ അർച്ചന നടത്തും. ഇതുപോലെ തെളിവായിട്ട് സംസാരിക്കുന്ന തെളിവ്. എനിക്ക് ഏട്ടത്തിയോട് ഒരു കാര്യം പറയണമായിരുന്നു. എന്താണെങ്കേ? അത് വേറൊന്നുമല്ല, ഞാൻ സന്ദീപിനെ വല്ലാതെ മോഹിച്ചുപോയി. അതിന്റെ ഇടയിൽ അർച്ചനേട്ടത്തി ഒരു തടസ്സമായിട്ട് നിൽക്കരുത്. ഈ വിവാഹത്തിന് ഏട്ടത്തിയുടെ സമ്മതം എനിക്ക് വേണം. അത് വാങ്ങാനാ ഞാൻ ഏട്ടത്തെ കാണാൻ വന്നത്. അതിനെതിരെ നിൽക്കുന്നതും സമ്മതം തരേണ്ടതും ഞാനല്ല അനഘേ, സന്ദീപ. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണോ ഇത്? വിവാഹം കഴിക്കുന്ന ആളിന് പോലും താല്പര്യമില്ലാതെ ഭയപ്പെടുത്തലും നിവൃത്തികേടും കൊണ്ട് വിവാഹം കഴിക്കേണ്ട ഒരവസ്ഥ. അങ്ങനെ ചെയ്യേണ്ടത് എന്തുമാത്രം ക്രൂരതയാ. ഞാനിതൊക്കെ പറയുമ്പോൾ നിനക്ക് തോന്നും ഞാൻ ആതിരയുടെ വക്കാലത്തുമായിട്ട് വരുവാണെന്ന്. എന്നാ അങ്ങനെയല്ല. ആതിര അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി, സന്ദീപിന് ഇഷ്ടമുള്ളതും കൂടെ ജീവിക്കാൻ താല്പര്യമുള്ളതുമായ ഒരാളെ അവൻ വിവാഹം കഴിക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവന് അനഘയോട് അങ്ങനെ യാതൊരുവിധ താല്പര്യങ്ങളും ഇല്ല. അത് അവന്റെ കുറ്റമല്ല. നിങ്ങൾ ഒരു വീട്ടിൽ വളർന്നവരാണ്. സ്നേഹയ്ക്ക് തുല്യമാണ് അനഘയെന്ന് അവൻ കരുതിയിട്ടുണ്ടാവും. അത് സന്ദീപിന്റെ കരുതലല്ലേ? ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ സ്നേഹിക്കുന്നത് അവനെ. എന്റെ ഇഷ്ടം പലപ്പോഴായി ഞാൻ അവനെ അറിയിച്ചിട്ടുമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു. അതിനിടയിലേക്കാ ആതിര കടന്നു വന്നത്. അവള് സന്ദീപിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു തടസ്സമില്ലാതെ അവൻ എന്നെ സ്നേഹിച്ചേനെ. അവനെ കിട്ടില്ലെന്ന് വന്നപ്പോഴാ ഈ ദേഷ്യവും വാശിയൊക്കെ എനിക്കുണ്ടായത്. എന്നെക്കാൾ മനോഹരമായി ഒരിക്കലും ആതിരയ്ക്ക് സന്ദീപിനെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളത് 3.5 തരം. ആതിരയുമായുള്ള ബന്ധം അറിഞ്ഞ് സന്ദീപിനെ മറക്കണമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിച്ചു. പകൽ എങ്ങനെയൊക്കെ തള്ളി നീക്കിയാലും രാത്രിയാകുമ്പോ അവന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്ന് നിറയും. പിന്നീട് കരച്ചിലടക്കാൻ പെടുന്ന പാട് എനിക്കറിയൂ. ഈ പറയുന്ന ഓർമ്മകളിൽ ഒരെണ്ണമെങ്കിലും സന്ദീപിന് അനഘയെ ഇഷ്ടമാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. എനിക്കറിയാം. കാരണം അനഘ പറഞ്ഞ ഈ ഓർമ്മകളെല്ലാം അനഘ തന്നെ രൂപപ്പെടുത്തിയെടുത്തതാ. നീയും സന്ദീപും സ്നേഹിച്ചാൽ എങ്ങനെ ആവണം എന്നുള്ള നിന്റെ കുറെ ആഗ്രഹങ്ങളിൽ നിന്ന് നീ സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്തത്. നിന്റെ ഓർമ്മകളും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ലെന്ന് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്.
ശരി, നീ അവനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് അംഗീകരിക്കുന്നു. നിനക്ക് സന്ദീപിനെ കുറിച്ച് എന്തറിയാം? അവന്റെ വ്യക്തിത്വത്തെ, ഇഷ്ടങ്ങളെ പോട്ടെ, അവനിപ്പോ എവിടെയാണുള്ളത് എന്നെങ്കിലും അനഘയ്ക്കറിയോ? പക്ഷേ ഒരു ഫോൺ കോളിൽ ആതിര പറഞ്ഞു തരുമല്ല, അതാണ് വ്യത്യാസം. പുറമെ കാണുന്ന സ്നേഹമൊക്കെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കാണില്ല മോളെ. നിനക്ക് അവനോടുള്ള ഇഷ്ടത്തെക്കാളും ഇപ്പോൾ ഉള്ളത് വാശിയാണ്. നിനക്ക് കിട്ടാത്തത് ആതിരയ്ക്ക് കിട്ടുന്നു എന്ന വാശി. വാശിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഈ വാശി തന്നെ നിനക്കൊരു ഭാരമാവും. കുടുംബ കോടതി വരെ ചുമക്കുന്ന ഒരു ഭാരം. നിന്റെ തലയിലേക്ക് ആ ഭാരത്തെ കയറ്റി തന്നവരാരും അപ്പൊ കൂടെ ഉണ്ടാവില്ല. നിനക്ക് പറ്റിയതോർത്ത് ഒരു നെടുവീർപ്പിന്റെ ആനുകൂല്യം മാത്രമേ എല്ലാവരിൽ നിന്നും ഉണ്ടാവൂ. നീ ഇങ്ങോട്ട് വന്ന് ചോദിച്ചില്ലെങ്കിലും ഞാനത് നിന്നോട് അങ്ങോട്ട് വന്ന് പറയാനിരുന്ന കാര്യങ്ങളാ. അവന്തികടത്തി നടത്തുന്ന കല്യാണ മാമാങ്കമൊക്കെ കഴിഞ്ഞ് ഒരു മുറിയിൽ നീയും സന്ദീപും തനിച്ചാവുമ്പോൾ നിനക്കൊക്കെ മനസ്സിലാവും നീ വാശി പിടിച്ചതൊക്കെ ഒരു വിഭൂഷകയുടെ കുപ്പായി അണിയാൻ വേണ്ടിയായിരുന്നു എന്ന്. എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുന്ന ഒരു ജീവിതം ആവരുത് നിന്റേത്. അത് നിന്റെ ചേച്ചിയെ പോലെ തന്നെ ഈ ഇടത്തേക്കും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഏട്ടത്തി,